ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വാങ്ങണോ അല്ലെങ്കിൽ ഇതൊരു വർത്ത് ഓഫ് മണി ആണോ? കാരണം SCERT ടെക്സ്റ്റിനെ കുറിച്ചും കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിൻ്റെ തലേന്ന് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഫുള്ള് വായിച്ച് തീർക്കണോ? Hey, hello, it's me, yo, Aesthetic Malayali here, back with a brand new video after 1 week or more than 1 week. So, ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ചോദിച്ച, അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ +1ലും +2ലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ശരിക്കും NCERT ടെക്സ്റ്റ് ബുക്ക് ശരിക്കും വാങ്ങണോ, വേസ്റ്റ് ഓഫ് മണി ആണോ എന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള ഉത്തരം ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്. ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മൾ +1ൽ പഠിച്ചപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സാമിന് ഇത് ശരിക്കും ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ വോണ്ട് ടു ഷെയർ സം മൊമെൻറ്റ്സ് വെയർ ഐ ഫെൽറ്റ് സോ ഹാപ്പി. ലൈക്ക് ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ, ഐ മീൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉച്ച സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ കുറേ ഹൈസ്കൂളിൽ കുട്ടികൾ എന്നെങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, അത് എസ്തെറ്റിക് മലയാളിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു. ഐ ആം സോ ഹാപ്പി, ഗ്രേറ്റ്ഫുൾ. ലൈക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അങ്ങനെ സിമിലർ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്, അപ്പോൾ അതൊക്കെ വഴിയേ പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് മെയിൻലി +1ൽ വാങ്ങിയിട്ടുള്ളത് കെമിസ്ട്രിയും ബയോളജിയാണ്. അപ്പം ബയോളജിയും കെമിസ്ട്രിയും വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ മാത്സ് എന്നോട് പറഞ്ഞത് സീനിയേഴ്സൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ, അതായത് സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ബയോളജി ടെക്സ്റ്റും കെമിസ്ട്രി ടെക്സ്റ്റുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കെമിസ്ട്രി പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്, ബയോളജി ഒരു ടെക്സ്റ്റ്, അതായത് സുവോളജിയും ബോട്ടണി അതിൽ വരും. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു പേടിയായി, കാരണം മാത്സ് ടെക്സ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ NCERT ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ. അങ്ങനെ സ്കൂൾ തുടങ്ങിയപ്പം ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് സ്കൂളിൽ നിന്ന് യൂസ് ചെയ്ത് കണ്ടത് ബയോളജി ടെക്സ്റ്റാണ്. അതായത് ഡയഗ്രം നോക്കാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കണ്ടുപിടിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ ഇന്നാളാണെന്ന് പറയുമ്പോൾ അയാളൊരു ഫോട്ടോ കാണിക്കണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ, ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് റെഫർ ചെയ്യാനോ അങ്ങനെയൊക്കെയായിരുന്നു ബയോളജി ടെക്സ്റ്റ് യൂസ് ചെയ്തത്. അപ്പം എനിക്ക് അപ്പം തന്നെ മനസ്സിലായി, കാരണം ഏറ്റവും കൂടുതൽ സ്കൂളിൽ യൂസ് ചെയ്ത് കാണുന്നത് ബയോളജിയാണ്. ബാക്കിയൊക്കെ വീട്ടിൽ പോയി ഒന്ന് വായിച്ച് നോക്ക്, ഒന്ന് ഇതാക്കി നോക്ക് എന്നൊക്കെ പറയാറേ ഉള്ളൂ. അപ്പം അങ്ങനെ ഗ്രാജ്വലി ആസ് ഡേയ്സ് പാസ്ഡ് ബയോളജി ടെക്സ്റ്റ് നമ്മളെപ്പോഴും പഠിക്കേണ്ട രീതിയിലേക്കായി, അതായത് ഡയഗ്രം നോക്കാനും എല്ലാ രീതിയിലും ബയോളജി ടെക്സ്റ്റ് നമുക്കൊരു ഭയങ്കര ഫ്രണ്ട്ലി ആയി മാറി. പക്ഷേ ഈ ഒരു കെമിസ്ട്രി, മാത്സും ഫിസിക്സൊക്കെ നമുക്ക് ടെക്സ്റ്റ് തുറക്കും നമുക്കൊന്നും മനസ്സിലാവില്ല. ബേസിക്കലി ഈ ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അത്രയും വലിച്ചു നീട്ടി ഭയങ്കര ലെങ്തി ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ചെറിയൊരു തിയറം ആയിരിക്കാം, പക്ഷെ അതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പം ഒറ്റ വായനയിൽ നിന്ന് ഒരിക്കലും നമുക്ക് NCERT മനസ്സിലാവുന്നുള്ള കാര്യം എനിക്ക് പക്കായിട്ട് മനസ്സിലായി. അപ്പം എങ്ങനെയുള്ള ആൾക്കാരാണ് NCERT താരോ ആവേണ്ടതെന്ന് വെച്ചാൽ, ബേസിക്കലി ഈ ഒരു നീറ്റ്, JEE അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും പിന്നീടത്തേക്ക്. അതായത് ഇപ്പോഴേ നിങ്ങൾ വായിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കോച്ചിങ്ങിന് പോകുമ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് തറോ ആവുമല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു നീറ്റ് കോച്ചിങ് കിങ്സ് ലെവലിൽ എടുക്കുന്ന സമയത്ത് ചെറുങ്ങനെ വായിച്ച് തുടങ്ങിയെങ്കിലും അതിൽ ടെക്സ്റ്റ് വായിക്കാൻ വലിയ ഇമ്പോർട്ടൻസ് അവർ പറയുന്നില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, വേറെ നീറ്റ് കോച്ചിങ്ങൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റും കൂടി വായിപ്പിക്കും. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ കെമിസ്ട്രിയൊക്കെ വായിക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ നീറ്റിനോ JEEനോ പോവുകയാണെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ സോൾവ്ഡ് സൊല്യൂഷൻസ്, സോൾവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. കാരണം NCERT ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഭയങ്കര എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് നിൽക്കാതെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതും ക്വസ്റ്റ്യൻസ് വരുന്നതും NCERT ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ നീറ്റിനും JEEക്കൊക്കെ പോകേണ്ടവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. പക്ഷേ എന്നും വിചാരിച്ചിട്ട് എക്സാമിൻ്റെ തലേന്നൊന്നും ഒരിക്കലും NCERT ടെക്സ്റ്റ് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, മിസ് ഇങ്ങനെ പറയും ഇതൊന്ന് വായിക്കണം, ഇത് എക്സാമിന് വരും, ടെക്സ്റ്റിൽ ഇതുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം എക്സാമിൻ്റെ തലേന്ന് ഒരിക്കലും വായിച്ച് തീർക്കാൻ പറ്റില്ല, കാരണം 1-2 ദിവസമാണ് ലീവ് സ്റ്റേറ്റിലൊക്കെ കിട്ടുന്നതെങ്കിൽ. CBSEയിലൊക്കെ ഒരാഴ്ചയൊക്കെ ലീവ് കിട്ടും, പക്ഷേ സ്റ്റേറ്റിലൊരിക്കലും ലീവൊന്നും കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വായിച്ചെടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, +1ൽ നിന്ന് കുറേ സമയമുണ്ട്, ആ സമയമൊക്കെ മെല്ലെ വായിച്ചിട്ട് ഒന്ന് അതുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ നോക്കുക ടെക്സ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നീറ്റ് ആസ്പിറൻ്റൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് വായിച്ച് ഒരു സുഖമായിട്ട് കിട്ടും. അല്ലാത്തവർ ഞാൻ പറയുന്ന ഒരിക്കലും ഞാൻ പറയില്ല കെമിസ്ട്രി ടെക്സ്റ്റ് പഠിക്കാനോ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് പഠിക്കാനോ. കെമിസ്ട്രിയിലെ സോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. പിന്നെ ഹോംവർക്കൊക്കെ വരുമ്പം മിസ് ഡയഗ്രാം വരയ്ക്കാനൊക്കെ
അതിനായിട്ട് ടെക്സ്റ്റ് വാങ്ങേണ്ട ആവശ്യം, അതിനായിട്ട് പൈസ ചിലവാക്കണ്ടേന്ന് ആലോചിച്ച് നിൽക്കുന്നവർ ഞാൻ ഒരിക്കലും പറയില്ല ടെക്സ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. മാത്സും വാങ്ങുക, ബയോളജി വാങ്ങുക. കാരണം മാത്സ് NCERT ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. മാത്സ് അത്രയും ടഫാവുന്നുണ്ടെങ്കിൽ അത്രയും നല്ല NCERT ക്വസ്റ്റ്യൻസ് നല്ലോണം വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട് പരിചയമുള്ള ആൾക്കാരും ഇങ്ങനെ ഞാൻ പല വീഡിയോസും കണ്ടവരിലും അവർ പറയുന്നത് മാത്സ് NCERT ക്വസ്റ്റ്യൻസ് അവർ ചെയ്യാറുണ്ട് ആൻഡ് ബയോളജി ടെക്സ്റ്റ് വായിക്കാറുണ്ട്. അതേ ഞാൻ കേൾക്കാറുള്ളൂ. അല്ലാണ്ട് കെമിസ്ട്രിയും ഫിസിക്സിനെയും കുറിച്ച് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടൊന്നും പറയുന്നത് കേൾക്കാറില്ല. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം വെച്ച് ഈ ഒരു കെമിസ്ട്രി ടെക്സ്റ്റ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. പക്ഷേ അതിൽ ചില ടേബിൾസും കാര്യങ്ങളൊക്കെ നോട്ടിലേക്ക് എടുത്ത് എഴുതും. അതായത് ഏത് ട്യൂഷൻ സെൻറ്റർ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ കെമിസ്ട്രിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരുന്ന NCERT പോർഷൻസ് ഒക്കെ അവർ കംപ്ലീറ്റ് ചെയ്ത് പോകും. എന്തായാലും അവർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ട് ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു നീറ്റ് JEE അങ്ങനെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് അടിപൊളിയാണ് ടെക്സ്റ്റ് വായിക്കുന്നത്. ഇനി ബയോളജി ടെക്സ്റ്റ് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പുതിയ ടെക്സ്റ്റ് വാങ്ങാൻ ശ്രമിക്കണം. കാരണം എക്സാമിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പം നമുക്ക് ആൻസർ കറക്റ്റ് ഒരേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ പഴയ ടെക്സ്റ്റിൽ ആൻസേഴ്സ് ആയിരിക്കും ചില കുട്ടികൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ആയിട്ട് എഴുതുക. അപ്പോൾ ഈ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് കാര്യങ്ങളൊന്നും ഒരിക്കലും ആൻസർ ആയിട്ട് നമുക്ക് എഴുതിയാലും മാർക്ക് കിട്ടില്ല. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. കാരണം ബയോളജി ടെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ബയോളജി ടെക്സ്റ്റ് ഒരിക്കലും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. മാത്സ് ഒക്കെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ബോർഡിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇങ്ങനെ NCERT ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് തന്നെയാണ് അതിൽ PDF ഫോമിൽ കിട്ടുക. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുക. ഇനി ഫോണൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് മാർക്കറ്റിൽ നിന്ന് ടെക്സ്റ്റ് വാങ്ങാൻ പറ്റുന്നതാണ്. അതല്ലാതെ SCERT എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നു അത് സ്റ്റേറ്റിൽ ഈ ഒരു NCERT ചുരുക്കിയ രൂപത്തിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം സ്കൂളിൽ നിന്ന് അത് പറയും ശരിക്കും. അപ്പോൾ അത് രീതിയിൽ നിങ്ങൾ പോകും. എനിക്ക് ശരിക്കും അറിയില്ല SCERT കുറിച്ച്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാത്സും ബയോളജിയും പറ്റുമെങ്കിൽ മാത്സും വാങ്ങി വെക്കുക. ഇനി പൈസയൊക്കെ ഇന്ന് ചിലവാക്കണ്ടേന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കെമിസ്ട്രി ടെക്സ്റ്റ് വാങ്ങിയിട്ട് ഞാൻ ഇതുവരെ തുറന്നു പോലും നോക്കിയിട്ടില്ല. ഈ +1 +2 ഞങ്ങളുടെ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. ഒട്ടുമിക്ക കുട്ടികളും അങ്ങനെ ടെക്സ്റ്റ് തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല. അപ്പം എൻട്രൻസിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലാണ്ട് ടെക്സ്റ്റ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എവിടെയും മാർക്ക് പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ബയോളജി ടെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ കണ്ട് കേട്ടിടത്തോളം കാര്യങ്ങൾ. ടീച്ചേഴ്സ് ആയാലും എൻ്റെ കൂടെയുള്ള കുട്ടികളാണെങ്കിലും അപ്പം സീനിയേഴ്സ് ആണെങ്കിലും. സോ ഇങ്ങനെയൊക്കെയാണ് ടെക്സ്റ്റിൻ്റെ ഒരു കാര്യം NCERT. അപ്പോൾ NCERT ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊക്കെ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതുണ്ട് എന്ന് വെച്ചിട്ട് ഈ നോട്ടും ഇതും പഠിക്കണോ ആ സ്ട്രെസ്സൊന്നും വേണ്ട. സ്റ്റേറ്റിൽ അങ്ങനത്തെ ഒരു ലെവലിലേക്കൊന്നും നിങ്ങൾ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം CBSEയിലൊക്കെയാണ് NCERT ടെക്സ്റ്റ് വായിക്കലും അങ്ങനെയൊക്കെ. പക്ഷേ ടെക്സ്റ്റൊന്നും നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് വായിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. അതിന് മുമ്പേ നിങ്ങളൊന്ന് വായിച്ച് വെക്കുന്ന കുറച്ച് നല്ലതായിരിക്കും. പക്ഷേ അതിനായിട്ട് സ്ട്രെസ് എടുക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറുതാണ്. അപ്പം ഒരാൾ എൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതാക്കാൻ പറ്റുമോ വീഡിയോ, കാരണം കണ്ടു തീരാനും എനിക്കറിയാം ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കമ്പാരിറ്റീവ്ലി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓണം എക്സാം പ്ലാൻ അല്ലെങ്കിൽ ഓണം എക്സാമിനെ കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ലൊരു റെസ്പോൺസാണ് വന്നത്. സോ +2 വേണ്ടിയിട്ടുള്ള ഓണം എക്സാം പ്ലാനിന് വേണ്ടിയിട്ട് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ ഓഡിയൻസ് വരുന്നത് +1 സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ +2ൻ്റെ അങ്ങനെ ചെയ്യാത്തത്. ഞാൻ +2ലാണ് പഠിക്കുന്നത്. സോ ഞാനിതൊക്കെ പറയാൻ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് +1 സ്റ്റുഡൻസിന് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം +2ൻ്റെ ഒരു ഓണം സ്റ്റഡി പ്ലാനായിട്ട് നമുക്ക് വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം എസ്തെറ്റിക് മലയാളം.